സുന്ദരമായൊരു പഞ്ചായത്ത്, സുന്ദരമായൊരു പഞ്ചായത്ത്, അതി സുന്ദരിമാരുടെ പഞ്ചായത്ത്. സുന്ദരിമുക്ക് 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 സുന്ദരിമുക്ക്. പലതരം വിഷമേഴും മഹന്മാരരുളിടും പടവരും പറ കൊട്ടും ചാത്തനാപുരത്തെ. സുന്ദരിമുക്ക് 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 സുന്ദരിമുക്ക്. നീയോ ഞാനോ ഞാനോ നീയോ ആരാണിവിടെ കെങ്കേമി അല്ലേ ആരാണിവിടെ കെങ്കേമി. സുന്ദരിമുക്ക് 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 സുന്ദരിമുക്ക്. ഖദീജയുടെ കടയിൽ ദൃശ്യ ജോലിക്ക് വന്നതോടെ പലവിധ പരിഷ്കാരങ്ങൾ വന്നു. കടയിൽ കച്ചവടം കൂടി. ഇത് ആയിഷയെ അസ്വസ്ഥയാക്കുന്നു. പഞ്ചായത്ത് മെമ്പറോട് അവർ പരാതി പറയുന്നു. ഊരും പേരുമറിയാത്ത ഒരു പെൺകുട്ടിയെ കടയിൽ നിർത്തിയിരിക്കുന്നത് ചോദിക്കാൻ മെമ്പർ എത്തുന്നു. ദൃശ്യയും ഖദീജയും ചേർന്ന് പച്ചക്കറി കൃഷി തുടങ്ങിയത് കണ്ട് മെമ്പർ ദൃശ്യയെ അഭിനന്ദിക്കുന്നു. അതോടെ ആയിഷയുടെ പ്ലാൻ പൊളിയുന്നു. ഷുക്കൂർ നാട്ടിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കൊണ്ട് ദൃശ്യയെ ഓടിക്കാൻ ശ്രമിക്കുന്നു. ദൃശ്യ ഗുണ്ടയെ സധൈര്യം നേരിട്ടതോടെ അതും പൊളിഞ്ഞു. ഇനി എന്തെന്ന ആലോചനയിലായി ഉമ്മയും മകനും. തുടർന്ന് കാണുക. ഇവിടെ ഒരു പെണ്ണ് വരട്ടെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് ഇവിടെ ഒരു ഏതെങ്കിലും പെണ്ണുണ്ടാ? ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനുള്ള സാമർത്ഥ്യമൊന്നും എന്റെ മോൻ ഷുക്കൂറിനില്ല. ആ കട്ടിലണ്ട് ഉമ്മ കൊതിക്കണമില്ല. ഉമ്മ, ഒരാളുണ്ട്. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ആളുണ്ടമ്മ. ആരടാ ആ പുതിയ ഇടങ്ങേറിയതാണ്? ഈ ഷുക്കൂറിനെ കാശിന് കൊള്ളില്ല എന്ന് പറഞ്ഞ ഉമ്മയ്ക്ക് 24 മണിക്കൂറിന്റെ അത് മാറ്റി പറയേണ്ടി വരും. അതിന് 24 മണിക്കൂറൊന്നും വേണ്ടടാ, 10 മിനിറ്റ് മതി. എന്തിന്? കാശിന് പോയിട്ട് കാശിനേ കൊള്ളൂലെന്ന് മാറ്റി പറയാൻ. ഉമ്മ എന്താണ്ടാ? +2 പഠിക്കുമ്പോ എന്റെ സീനിയർ ആയിട്ട് പഠിച്ച ജോപ്പനെ അറിയോ ഉമ്മയ്ക്ക്? എനിക്കെങ്ങനെ അറിയാനാ? ഉമ്മക്കറിയാം. ഇവിടെ വന്ന് ഒരു കൈ കൊണ്ട് പരിപ്പോടെ മറ്റേ കൈ കൊണ്ട് ബോണ്ട് എന്തെന്ന ജോപ്പൻ. ഓർമ്മയുണ്ട്. ടീച്ചറിന്റെ പടം സ്കൂളിലെ ബോർഡിൽ വരച്ചവനല്ലേ? ഓരല്ലേ എന്റെ കൂട്ടുകാരൻ. അവനിപ്പോ വലിയ നിലയിലാണ്. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. നിന്നെ ഞാൻ കാണുന്നത് പടച്ചോനായിട്ടാടാ. ആകാശത്തു നിറങ്ങി വന്ന് പടച്ചോനായിട്ട്. അത്രയ്ക്ക് നീ അങ്ങനെ കൊണ്ടുപോണ്ട. ഞാനൊരു ചെറിയ രക്ഷകൻ. അതെ. നീ പഴയ പണിയൊക്കെ നിർത്തിയ? എന്ത് പണി? മറ്റേത് ഏത്? പോക്കറ്റടി. പഴയ ഫ്രോഡ് പണിയൊക്കെ നിർത്തി. ഇപ്പൊ ഇന്റർനാഷണൽ ഫ്രോഡാ. ഷിക്കാഗോ, ന്യൂയോർക്ക്, നെതർലാൻഡ് ഇതൊക്കെയാണ് എന്റെ എയിം സ്ഥലങ്ങള്. അതാണ് വേണ്ടത്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിന്നെ കാണുന്നത്. എന്താ എന്നോട് ഇത്ര സ്നേഹം? എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇവന്റെ കാര്യം. ഷുക്കൂറേ, നീ ഇത്രയും സ്നേഹം കാണിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നത് എന്നാന്നറിയോ? പണ്ട് ഊതിക്കെടുത്തരുത്, ഞാൻ കത്തിച്ചോളാം. നിന്റെ കടയിൽ നിന്ന് ഞാന് പണ്ട് ശീലം ഉണ്ടായിരുന്നല്ലോ നിനക്ക്. കലിങ്ങിന്റെ അടിയിൽ നിന്ന് വലിക്കുന്നത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. പണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ സ്നേഹപ്രകടനം. പണ്ട് ഞാൻ നിന്റെ കടയിൽ നിന്ന് കുറെ പൈസ അടിച്ച് മാറ്റിയില്ലേ? അത് ഞാനല്ല. അത് ഞാൻ തന്നെയായിരുന്നു. ഞാനതൊക്കെ മറന്ന്. ജോപ്പ, എനിക്കൊരു സഹായം വേണം. നിന്നെ കൊണ്ട് അതിന് കഴിയും. എന്ത് സഹായം? ഞാൻ പറഞ്ഞ ഒരു പെണ്ണും കേൾക്കൂല. ദൈവമേ, നിനക്കപ്പ പെണ്ണുകസം തുടങ്ങിയോ? അതല്ലാന്ന്. എന്റെ കടയിലെ കച്ചവടമല്ലേ, അതെല്ലാം അപ്പുറത്തേക്ക് പോയെന്നേ. അവരവിടെ ലേഡീസ് സ്റ്റാഫിനെ ഇറക്കിയ കച്ചവടം നടത്തുന്നേ. നമ്മുടെ കച്ചവടം എല്ലാം പോയടാ ജോപ്പ. ഇപ്പൊ ഞാനും ഇപ്പൊ മേലോട്ട് നോക്കിയിരിക്കാണ്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ഒരു ലേഡീസ് സ്റ്റാഫിനെ കൊണ്ടുവരാൻ ഞാൻ കുറെ നോക്കിയാണ്. എന്നെ കൊണ്ടൊന്നും നടന്നില്ല. നീയാണെങ്കിൽ ഇതിലൊക്കെ മിടുക്കനല്ലേ? സ്കൂളിൽ പഠിക്കണ സമയത്ത് 14 ലൈനല്ലേ നീ അടിച്ചിട്ടത്? 14 അല്ല 16. അവളെയൊക്കെ പ്രേമിച്ചേ എന്റെ 16 കഴിഞ്ഞെന്നങ്ങ് പറഞ്ഞാ മതി. എന്നെ ആ കേസിന് കിട്ടില്ല. വാണിഭ കേസ് എനിക്ക് പറ്റില്ല. എടാ പ്ലീസ്. എന്താ ജോപ്പ? ശരിയാവത്തില്ല. നീ വേറെ ആലോചിക്കൂ. എടാ ജോപ്പ,
നീ വിചാരിച്ച ഒരു പെണ്ണിനെ, ഒരേ ഒരു പെണ്ണിനെ പ്ലീസ് കട നിർത്താം. ഞങ്ങള് പൊന്നു പോലെ നോക്കിയോളാടാ. എങ്ങനെയെങ്കിലും പ്ലീസ്. ചെല്ലും ഒന്നും പേടിക്കണ്ട, ഞങ്ങളേറ്റത്. ചെലവും ഒക്കെ ഞാൻ ഏറ്റു. കടക്കാരെ പിടിച്ചൊളിച്ചു താമസിക്കാനുള്ള സ്ഥലം നോക്കിയായിരുന്നു. ഷുഗറേ, നീ സഹകരിച്ചു കഴിഞ്ഞാല് നിന്റെ കടയില് ഞാനൊരു പെണ്ണിനെ കൊണ്ടുവരാം. ഉറപ്പാ. ഈ പറ്റം വരെ ഞാൻ സഹകരിക്കും. എന്ത് വേണം ഞാൻ ചെയ്യും. നീയാടാ ഫ്രണ്ട്. Done. രാജമുഖി മൃഗരാജകടി. ഈ ഐഷ ടീ സ്റ്റാളിലേക്കുള്ള വഴി ഏതാ? ഞാൻ പറഞ്ഞുതരാം. അവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ? ഇങ്ങോട്ട്. കുട്ടി ഏതാ? ഞാൻ ഐഷ ടീ സ്റ്റാളിലെ പുതിയ സ്റ്റാഫാ. താങ്ക് യു. അപ്പൊ എങ്ങോട്ടാ പോണ്ടേ? ഒരാള് പറഞ്ഞു അങ്ങോട്ടാണോ? ഇദ്ദേഹം പറയുന്നു ഇങ്ങോട്ടാണ്. സത്യം പറ, എങ്ങോട്ടാ പോകേണ്ടത്? എന്നാ ശരി പോ. ബാഗ് ഞാൻ പിടിച്ചോളാം. നല്ല കണ്ടുപിടിച്ച് ചന്ദ്രനിൽ വെച്ചാണെന്ന് തോന്നുന്നു. നല്ല മുഖഷേപ്പ് അല്ലേ? അതെ. അതെന്താ ഉമ്മ, ജാഥയാണോ വരുന്നത്? നാട്ടിലെ ആൾക്കാർ മുഴുവൻ ഉണ്ടല്ലോ. ഇന്നെന്താ ഹർത്താലോ ആണോ? ആ, എന്റെ കട അടപ്പിക്കാൻ ഇങ്ങോട്ട് വരട്ടെ. അടച്ചത് തന്നെ. ഇവളുടെ കട വേണമെങ്കിൽ അടക്കട്ടെ. ഏയ്, ഇത് ഹർത്താലൊന്നുമല്ല. ഒരു പെണ്ണുണ്ടല്ലോ കൂടെ. സ്വർഗത്തൊന്ന് പൊട്ടി വീണ സുൽത്താനെയോ? ഐശ്വര്യ റായി ആയിരിക്കോ? ചിലപ്പം വിത്തുമാലയായിരിക്കും. ഇത് അവരാരും അല്ലുമ്മ, ഇത് നൈലക്സ് നളിനിയാണ്. അതാരപ്പാ? എന്തായാലും ഉമ്മ സുന്ദരിയാണ് കേട്ടോ. അത് പിന്നെ ഞാൻ സുന്ദരിയാണെന്ന് എനിക്കറിയാം. അതല്ല ഉമ്മ, ആ സ്ത്രീയെ. ഇതെന്താ എല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നത്? ഇതാണല്ലേ ഐഷുമ്മ ടീ സ്റ്റാൾ? അല്ലല്ല, ഇത് മോളെ ഏതാണ്? മായമോ? അല്ല, മായമോ? ഇതാണ് ഞാൻ പറഞ്ഞ മായാമണി. മായാമണിയാ? എവിടെ? നമ്മളെ സഹായിക്കാൻ വന്ന പുതിയ സ്റ്റാഫാണ്. ഓ, ഈ കുട്ടിയാ? വാ മോളി കേറുവാ. അയ്യോ, മോള് വാ. ഒരു സ്ട്രോങ് ചായ, മധുരം കുറച്ച്. ബാ മോളെ, ബാ വരി. ഉമ്മ, ഞാൻ ഇന്നു മുതൽ ജോലിക്ക് കയറി. ഉമ്മ എന്നെ അനുഗ്രഹിക്കണ ഉമ്മ. നന്നായി കേട്ടാ. അനക്ക് ചായക്കടയ്ക്ക് നല്ല ഭാവി. എനിക്കും ഭാവി ഉണ്ടാവും. എന്ത് നല്ല കുട്ടിയാണ്ട ഇത്. ഇമാതിരി കുട്ടി ഈ ദുനിയാവിൽ ഉണ്ടാവോ? യോ മതി, കാലിന്നുണ്ട്.
കലന്ന് വിട മതി. എണീക്ക് മോളെ, എണീക്ക്. ഡാ, ആഹാ കാലേന്ന് വിടാൻ പറഞ്ഞ പവൻ കയറി തോളത്ത് പിടിക്കണം. അതെ. കൊള്ളാല. പോടാ. മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് വേണം കേട്ടാ ചായക്കടക്കാരൻ. ശ്ശോ, കിട്ടി. ആ, നീ അങ്ങോട്ട് പോ, മോൾ ഇങ്ങോട്ട് പോ. ഓക്കെ. പൊയ്ക്കോ. അല്ലാ, അതങ്ങനെ അവസാനിച്ചു. അകത്ത് പോയ പെണ്ണിനെ കാണുന്നില്ലല്ലോ. സുന്ദരിയാ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ആഷാഢമാസം അനുരാഗമാസം ആനന്ദ പുളകമാം അന്തരീക്ഷം. ഒരു തുള്ളി പോലും ഞാൻ കളയില്ല. എന്താ പേര്? കരുണാകരൻ. കരുണാകരനോ? മാട്ടുപ്പെട്ടി എന്നാ വിളിപ്പേര്. മാട്ടുപ്പട്ടിയോ? അതെന്ത് പേരാ അത്? അതൊരു കഥയാണ്. ഒത്തിരി ഉണ്ട് പറയാൻ തുടങ്ങിയാൽ. കഥയാണെങ്കിൽ നമുക്കത് പിന്നീട് പറയാം. ചേട്ടന്റെ പേരെന്താ? ഗോപാലകൃഷ്ണൻ. ആ മുഖം കാണുമ്പോ തന്നെ അറിയാം, കള്ളകൃഷ്ണന്റെ ലുക്കുണ്ട്. അയ്യോ, ഈ സുന്ദരക്കുട്ടന്റെ പേരെന്താ? പപ്പനാവൻ. പപ്പൻ എന്നാ വിളിപ്പേര്. അതെയല്ലേ? എനിക്ക് ഈ പപ്പനെ ഭയങ്കര ഇഷ്ടായി. സത്യം പറയാലോ, ആ എണ്ണക്കറുപ്പുണ്ടല്ലോ എന്നെ വല്ലാതെ. ഈ മുഖം ഞാൻ വിടില്ല. എന്താ കുട്ടിയുടെ പേര്? മായാമണി. ഞാൻ മണിമായെന്നേ വിളിക്കൂ. എനിക്ക് അതാണ് ഇഷ്ടം. ചേട്ടൻ എന്നെ എന്താ വിളിക്ക? ഞാൻ മണിക്കുട്ടീന്ന് വിളിക്കും. എന്റെ മണിക്കുട്ടി. എന്തു വേണേലും വിളിച്ചോളൂ, തെറി മാത്രം വിളിക്കരുത് എന്നെ. വിളിക്കരുതെന്ന്. എനിക്ക് അത്രയ്ക്കും വിഷമം വരും. മയമണി, ഇവർക്ക് ചായ കൊടുത്തില്ലേ? അയ്യോ, ഞാനത് മറന്നുപോയി. ഞാൻ ഇപ്പൊ എടുക്കാവേ. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. അതെ. ഇവരുടെ പരിവൊക്കെ ഞമ്മക്കെല്ലാം അറിയാൻ പാടും. അതെ അതെ. നിങ്ങൾ സംസാരിച്ചോളൂ, സംസാരിച്ചു. കടുപ്പം കൂടുതൽ വേണോ കുറവ് വേണോ? ഇഷ്ടം പോലെ എടുത്തോ. മണിയുടെ ഇഷ്ടം എന്റെ ഇഷ്ടം. ആയിഷുമ, ദേ. ആയിഷുമ എന്തു സുന്ദരിയാ. ഇങ്ങ് നോക്കി, ഞാൻ ഈ മുഖത്ത് നോക്കി സത്യം പറയട്ടെ. ആ, പറ. ആയിഷുമ കുട്ടി നല്ല മൊഞ്ചുള്ള സുന്ദരിയാ. ഓ, എന്താണ്ടാ? ഒന്നിങ്ങി വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എടാ, കടയിൽ ആളിരിക്കണില്ലേ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. അതെ. അതൊക്കെ മായാമണി നോക്കിക്കോളൂ. ഉമ്മ ഇങ്ങോട്ട് വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഉമ്മ വന്നേ. ഓ, ഈ പായനെ കൊണ്ട് തോറ്റി. മോളെ, ഇതൊക്കെ അങ്ങോട്ട് എടുത്തു കൊടുക്ക്. ആ, ബാ. ചെക്കനെ എപ്പോഴും ഉമ്മനെ കണ്ടോണ്ടിരിക്കണം. മനസ്സിൽ കുഴപ്പം. നമുക്ക് വലിയ ഉമ്മ അമ്മയൊക്കെ. പിന്നെ നമുക്കിനി മണിയെ കാണാമല്ലോ. പക്ഷെ വേറൊരു സത്യം ഞാൻ പറയട്ടെ, ചായയുടെ അളവ് ഞാൻ കുറച്ചേ തരത്തുള്ളൂ. മതി. ഷുഗറിന്റെ അളവ് ഇത്തിരി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? മാട്ടുപ്പെട്ടി. എന്തോ മാട്ടുപ്പെട്ടിക്ക് ഞാൻ ഫുൾ ഗ്ലാസ് ചായ തരും. കാരണം എന്നാന്നറിയോ? മാട്ടുപ്പെട്ടി ഇനിയും നന്നായിട്ട് കറുത്ത് 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 എണ്ണ കറമ്പനാവും. ഇതെന്റെ മണിക്കാ. ഏത്? മോളെ, ഒരു പെണ്ണിനെ കണ്ടപ്പം അവന്റെയൊക്കെ ഒരു ഇളക്കം കണ്ടില്ലേ? ഇതൊക്കെ എവിടം വരെ പോവാനാ? നമുക്ക് കാണാം. ശോ, ഉമ്മ, എന്താണ്? ഈ മായാമണി. ഓ, ഉമ്മക്ക് സന്തോഷമായി മോനെ. എന്റെ മോൻ ആദ്യമായിട്ട് തലയിൽ ആള് താമസമുണ്ടെന്ന് തെളിയിച്ച്. എന്ത് സുന്ദരിയാണ്ട അവള്. ഉമ്മാക്ക് എന്നെ കുശുമ്പ് തോന്നണ അവളോട്. ദേ, ഈ അവളെ നോക്കാതെ നിക്കണ്ടാട്ടാ. അതല്ല ഉമ്മ പ്രശ്നം. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ മായമണി എന്നോട് ചില ഡിമാൻഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിമാൻഡ്സാ? ആ, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഉമ്മ, അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മ ഒരു കാര്യം അറിയണം. ഈ മായാമണി ഒരു സ്ത്രീ വിദ്വേഷിയാ. സ്ത്രീ വിദ്വേഷിയാ? അതെന്താണത്? ഈ മായാമണിക്ക് സ്ത്രീകളെ തീരെ ഇഷ്ടമല്ലെന്ന്. അല്ല, അതെന്താ? അവള് സ്ത്രീയല്ലേ? അതല്ല, അവരൊരു സ്ത്രീയാണ്. അപ്പൊ പിന്നെ നമുക്ക് ആണുങ്ങളാണ് ഇഷ്ടം? അതല്ല ഉമ്മ. പിന്നെന്താണെന്ന് പറ. ഉമ്മ സ്നേഹ കൂടുതലുണ്ട്, അവരോട് കൂടുതൽ അടുത്ത് പെരുമാറരുത്. ഉമ്മയുടെ പെരുമാറ്റം അവൾക്ക് ഇഷ്ടമല്ലാണ്ട് വന്നാ അപ്പൊ ഇവിടുന്ന് പൊക്കളയും. അങ്ങനെ പറഞ്ഞാ?
അതെന്ത് സ്വഭാവമാണ് മോനെ? ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു സ്വഭാവം കാണണ്ടേ? ഓ പിന്നെ ചിലപ്പോ ഉമ്മാനോട് അവര് തട്ടിയും മുട്ടിയും പെരുമാറി എന്നൊക്കെ ഇരിക്കും. ആ. പക്ഷെ അത് ഉമ്മാനെ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ്. ആ അത് മനസ്സിലാക്കി ഒഴിഞ്ഞു മാറിക്കോണം. ഇല്ലെങ്കിൽ അതിന്റെ പേര് അവര് പോയെന്നിരിക്കും. ഓ അത് ശരി. ഒക്കെ നമ്മൾ നോക്കിക്കോളാം കേട്ടാ, പേടിക്കണ്ട. ആ. ഉമ്മ, ഞാൻ അവളെ കൈയും കാലും പിടിച്ച് കൊണ്ടുവന്നിരിക്കാണ്. ഉമ്മ കണ്ടല്ല, അവള് വന്നപ്പോ തന്നെ കച്ചവടംകാരുടെ കയറ്റം കണ്ടില്ലേ? വാണം വിട്ടോലാണ് കേറി പോണത്. അത് ശരിയാ. കാല് പിടിച്ച് പറയാണ് ഉമ്മ, വലിയ കമ്പനി കൂടി അവളുമായിട്ട് അവസാനം പിണങ്ങാൻ നിക്കണ്ട, ഒരു ഗ്യാപ്പ് ഇട്ടാ നിക്കാവൂ, കൂടുതൽ അടുക്കണ്ട. പെണ്ണാണെന്ന് പറഞ്ഞ് തട്ടാനും മുട്ടാനും ഒന്നും നിക്കണ്ടെന്ന്. ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം കേട്ടാ. ആ ഉമ്മ, ഉമ്മാനെ തെണ്ടിക്കുന്നല്ലേ അവര് പറഞ്ഞത്? ഇങ്ങനെ പിച്ചപ്പാത്രം എടുത്തുകൊണ്ട് തെണ്ടാൻ പോണത് ആരാണെന്ന് ഉമ്മ കണ്ടോ? തട്ടാനും മുട്ടാനും നിന്ന് ഇതൊന്നും നടക്കൂല. ശരി. പടച്ചോനെ, ആ ഹറാബർദന്റെ കയ്യിൽ ഉമ്മാനെ കാത്തോണേ. നീ മാത്രമേ ഉള്ളൂ എനിക്ക് തുണ. Please. ഈ അങ്കിളിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അയ്യോ, അങ്കിളെ എന്ന് വിളിക്കാനുള്ള പ്രായമൊന്നും ഇല്ല. പ്രായമൊന്നുമില്ലേ? കൂടിപ്പോയാ ഒരു 10-56 വയസ്സ് കാണും, അല്ലേ പപ്പ ചേട്ടാ? ഇങ്ങേരുടെ കെട്ടിയോള് ഒളിച്ചോടിപ്പോയി, പാവം ഒറ്റയ്ക്കാ. അതെ. അയ്യോ, അതിന് ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? കെട്ടിയോള് പോയെങ്കി പോട്ടെ. നീ ചേട്ടൻ 3 നേരവും കഴിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി. രാവിലെ പുട്ടും പയറും, ഇനി പാളയംകുളം പഴം വേണമെങ്കിൽ അതുകൊണ്ട്. ഉച്ചയ്ക്ക് ഊണ്, മീൻകറി, അയലക്കറി, പിന്നെ ഒന്നാന്തരം നാടൻ പോത്ത് കറിയുമുണ്ട്. ബീഫിനെ കുറിച്ച് ഇവിടെ മിണ്ടിപ്പോവരുത്. ചാത്തനാപുരം പഞ്ചായത്തില് ബീഫ് നിരോധിച്ചിരിക്കുകയാണ്. ബീഫുകാരെ ഞങ്ങള് മണത്ത് കണ്ടുപിടിക്കും. മണത്ത് പിടിക്കാൻ നിങ്ങളെന്ത് നായാണ്? ആൾക്കാർ ഇഷ്ടമുള്ള കഴിക്കട്ടേന്ന്. ആയിഷക്കുട്ടി പറഞ്ഞത് സത്യ. ആ ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ നീ, അല്ലേ? പിന്നല്ലാതെ. ഇങ്ങോട്ടൊന്ന് നോക്കി. ഞാൻ വന്ന പാടെ ഞാനൊരു കാര്യം പറഞ്ഞു. എന്താണ്? എന്റെ ആയിഷക്കുട്ടി ഭയങ്കര സുന്ദരിയാണ്. അല്ലോ, ഒന്നുമില്ല. പിന്നെ ഞാൻ എല്ലാരോടും കൂടി ഒരു കാര്യം പറയുക. ഞാൻ നാളെ രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറും. എന്റെ മണിക്കുട്ടി, ഞാൻ നാളെ 7:30 വരും. വന്നിരിക്കും. ഞാനും വരും. 5 മിനിറ്റ് താമസിച്ച കുഴപ്പമുണ്ടോ? 8 മണിക്കുള്ള കമ്പനിയുടെ സൈറൻ കേൾക്കുമ്പോ ഞാനിവിടെ ഉണ്ടായിരിക്കും. ഇനി വേറെ ചായക്കടയിലേക്ക് ആരും പോകണ്ട. ഞങ്ങളാരും പോകത്തില്ല. അങ്ങനെ വേണം. ഓ, ഇന്റെ മായമണി മുത്തേ. അല്ലോ, ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു പോകുന്നു. നമ്മള് എന്തോ ഇന്നത്തെ കച്ചവടം പൊടിച്ച്. അല്ലാ, ഇങ്ങനെ പോയാ സുന്ദരി മുക്കിലെ മുഴുവൻ ആൾക്കാര് നമ്മളെ കടയിൽ തന്നെ വരും. മോളെങ്ങനെ പഠിച്ച ഈ കച്ചവടത്തിന്റെ ട്രിക്കൊക്കെ? അതൊക്കെ ജീവിതം പഠിപ്പിച്ചത് എന്റെ ഉമ്മ. നമ്മള് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ചത്തു പോകുന്നില്ല. ചാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നേ? നീന്തും. നീന്തൽ അറിയാത്തവന് നീന്തിപ്പോകും. ഈ ഐഷുമ്മ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്താണ് വെറുതെ പേടിപ്പിക്കണേ? അടുത്തല്ലേ നമ്മൾ ഇരിക്കണേ, ഇത്ര ഉച്ചത്തിൽ വിളിക്കണം. അതല്ല, ഈ മായാമണിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ മുറി കൊടുക്കും. അങ്ങനെ വേണ്ടേ മായാമണി? അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഞങ്ങൾ എവിടെയെങ്കിലും കിടക്കണം. ഈ എന്തിനാ ബേജാറാവണേ? ഉമ്മ, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ഉമ്മ. താഴെ എനിക്കൊരു പാ വിരിച്ചെന്നാ മതി. നിർത്തടാ, വെറുതെ കടന്ന് കീറണ്. നിർത്തടാ. എന്തോ മോള് താഴെ ഒരു പായ വിരിച്ചിട്ട് ഞാനിവിടെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഞാനിവിടെ ഒരു പാ വിരിച്ച് ഉമ്മയുടെ ചോട്ടി തന്നെ. ഈ മായമണിക്കൊരു പ്രൈവറ്റ് റൂം കൊടുക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഉമ്മ.
രാവിലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാവണ്ടേ? ഓ എന്റെ ഉമ്മ ഞാനൊന്ന് പറയുന്നത് കേട്ടെ, എനിക്ക് തനിച്ച് മുറിയൊന്നും വേണ്ട. ഞാൻ എന്റെ ഐഷമ്മയുടെ കൂടെ കിടന്നു. മായാമണി, നിനക്ക് എന്താടാ മായാമണി തനിച്ച റൂമിൽ കിടക്കണമെന്ന്? അനക്ക് പാപ്പാന്റെ സ്വഭാവമാണോ? എന്ത് പറ്റി? എന്തോ ഏതാണ്ട് എന്നെ കടിച്ചു ഉമ്മ. ആ ഉറുമ്പുണ്ടാവും മോളെ, അതുകൊണ്ടാണ്. മോളെ എങ്ങും പോകണ്ട. ഇല്ല, ഒരിടത്തും പോകുന്നില്ല. മോള് ഞമ്മന്റെ കൂടെ തന്നെ കിടന്നു കേട്ടാ. പെൺകുട്ടിയല്ലേ, മോളെ നോക്കേണ്ട ചുമല ഞമ്മക്കുള്ളതാണ്. പറ്റത്തില്ല ഉമ്മ, പറ്റത്തില്ല. മായാമണി നിന്റെ കൂടെ കിടക്കണം. അവന്റെ കരച്ചിലുണ്ട്, അങ്ങനെ തോന്നുവല്ല. ഓരോരുത്തരെ വിളിച്ചോണ്ട് വന്ന് എന്നെ പറഞ്ഞാ മതി. മോളെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനായിരുന്നു. അമ്മയില്ല. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഓ കിണറ്റിന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോ തൊടി ഇടിഞ്ഞു പോയതാ. തൊടിക്കൊപ്പം അമ്മയും മറിഞ്ഞുപോയി. അല്ലാ കഷ്ടം. പിന്നെ ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടേ ഇല്ല ഉമ്മച്ചി. അയ്യോ, അന്ന് തൊട്ട് അച്ഛൻ വെള്ളവടി തുടങ്ങിയതാ. ഇനിയിപ്പോ എന്നെ പോലെ ഇരിക്കുന്ന ഒരു അനുജത്തിയുണ്ട്, പിന്നെ ഒരു അനുജൻ. ഇവരൊക്കെ ജീവിക്കണമെങ്കിൽ ഞാൻ ഒരാള് ജോലിക്ക് പോണം. മോള് വിഷമിക്കണ്ടാ. മോള് ഇവിടത്തെ കുടുംബത്തെ പോലെ തന്നെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഉമ്മ, ഞാൻ ഇനി ഇവിടെ ഈ താഴെ കിടക്കണോ? ഉമ്മ, എനിക്ക് എന്റെ ഉമ്മയെ പോലെയാ. മോളൊരു കാര്യം ചെയ്യ്, ഉമ്മാനോട് തന്നെ കിടന്നു കേട്ടാ. ഞാൻ ഇവിടെ ഉമ്മ അവിടെ കിടക്കണ്ട, ഞാൻ ഇവിടെ കിടക്കാം. അല്ലെങ്കിൽ ഉമ്മ അവിടെ കിടന്നു, ഞാൻ ഇവിടെ കിടക്കാം. ഈ കാലിലും ചെരുപ്പാണ്.